നമസ്കാരം. കേരളത്തിൽ നിന്നും വിദേശത്ത് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. ഇവിടുത്തെ പല കോളേജുകളിലും മതിയായ വിദ്യാർത്ഥികളില്ലാതെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലുമാണ്. വിദേശത്ത് നിയമങ്ങളൊക്കെ കർശനമാക്കി, കൂടാതെ അംഗീകാരമില്ലാത്ത കോഴ്സുകളിൽ പഠിച്ചും പലരുടെയും ഭാവി സ്വപ്നങ്ങൾ കരിനിഴലിലായി കഴിഞ്ഞു. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ അതിഭീകരമായ അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇപ്പോൾ വന്ന മറ്റൊരു വാർത്ത നോക്കാം. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ പുറത്തുവിട്ട ഒരു കണക്കാണ്. ഈ കണക്ക് രാജ്യസഭയിൽ ധനമന്ത്രി പങ്കജ് ചൗധരി അവതരിപ്പിച്ചിരുന്നു. അതിൻ പ്രകാരം പൊതുമേഖലാ ബാങ്കുകൾ അനുവദിച്ച വിദേശ വിദ്യാഭ്യാസ വായ്പയിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്. 2019 മുതൽ 2024 മാർച്ച് 31 വരെ 66,159 അക്കൗണ്ടുകളിലായി 7,619.94 കോടി രൂപയാണ് കേരളത്തിൽ വിദേശ വിദ്യാഭ്യാസ വായ്പയ്ക്കായി വിതരണം ചെയ്യപ്പെട്ടത്. ഇത് ഇന്ത്യയൊട്ടാകെ വിതരണം ചെയ്യപ്പെട്ടതിൻ്റെ 17%. ആദ്യത്തെ കണക്ക് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് കേരളം 7,619.64 കോടി വായ്പ നൽകിയിട്ടുണ്ട്. അടുത്തത് മഹാരാഷ്ട്രയാണ്, 6,158.22 കോടി. ആന്ധ്രാപ്രദേശ് 5,168.34 കോടിയും, തെലുങ്കാന 5,103.77 കോടിയും, കർണാടക 4,027.82 കോടിയും, തമിഴ്നാട് 3,530.41 കോടി എന്നിങ്ങനെയൊക്കെയാണ് മറ്റു കണക്കുകൾ. ഇനി മറ്റൊരു പ്രശ്നം കൂടി ഈ കണക്കുകൾക്ക് പിന്നിലുണ്ട്. ഇങ്ങനെ നൽകിയ ലോണുകളുടെ തിരിച്ചടവ് കുടിശ്ശികയിലും കേരളമാണ് ഒന്നാമത്. 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ 2,99,168 അക്കൗണ്ടുകൾ വിദേശ പഠനത്തിനുള്ള ലോണിനായി തുറന്നു. ഇതിൽ 16,293 കോടിയാണ് തിരിച്ചടയ്ക്കുവാനുള്ളത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കണക്കിൽ 2024 ഡിസംബർ 31 വരെ 30,491 അക്കൗണ്ടുകളിലായി 909 കോടിയുടെ നിഷ്ക്രിയ ആസ്തി ഉണ്ട് എന്നാണ്. അമിത പ്രതീക്ഷയുടെ വിദേശത്ത് എത്തിയിട്ട് പ്രതീക്ഷിച്ച തൊഴിൽ കിട്ടാത്തതാണ് വായ്പ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാത്തതിന് പ്രധാന കാരണമായി പറയുന്നത്. മറ്റൊരു പ്രത്യേകത, 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധിയും കഴിഞ്ഞ് തൊഴിൽ കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ്. പല കുടുംബങ്ങളും കടക്കണിയിലുമായിട്ടുണ്ട്. ഏത് കോഴ്സ് പഠിച്ചാലാണ് നല്ല ജോലി ലഭിക്കുക എന്ന് പോലും വ്യക്തമായ ധാരണ ഇല്ലാതെ എങ്ങനെയും വിദേശത്ത് എത്തിച്ചേർന്നാൽ രക്ഷപ്പെട്ടു എന്ന ചിന്തയിൽ എത്തിയവരെല്ലാം കടുത്ത ദുരിതത്തിലായി കഴിഞ്ഞു. ലോണുകളെല്ലാം പലിശയും മറ്റ് നൂലാമാലകളും ചേർന്ന് എടുത്തതിൻ്റെ പല മടങ്ങായി പെരുകുകയും ചെയ്തതോടെ പല കുടുംബങ്ങളും കടക്കണിയിലുമായി. കുടിശ്ശികകൾ വർദ്ധിച്ചതോടെ ബാങ്കുകളും വായ്പ തിരിച്ചു പിടിക്കുവാൻ നിയമ നടപടികൾ തുടങ്ങി. സർഫാസി നിയമം ഉപയോഗിച്ച് കുടിശ്ശിക ഈടാക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. സാധാരണയായി 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഈടായി ഉപയോഗിക്കുന്ന ഭൂമിയുടെയോ വീടിൻ്റെയോ ആധാരങ്ങൾ വിറ്റാണ് വായ്പാ കുടിശ്ശിക ഈടാക്കുന്നത്. ഇത്തരം കേസുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. വിദേശത്ത് ലഭിക്കുന്ന ജോലിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പല കുടുംബങ്ങളും ലോൺ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെയായിരിക്കുകയാണ്. ലോൺ തിരിച്ചു പിടിക്കുവാനായി ബാങ്കുകൾ മുന്നോട്ടിറങ്ങിയതോടെ കടം വാങ്ങിയവർ നിയമ നടപടികളുമായി സ്വത്തുക്കൾ ലേലം ചെയ്യുന്നതിന് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങുകയും ചെയ്യുന്നു. നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധങ്ങൾ ഒഴിവാക്കുവാൻ ബാങ്കുകൾ പലപ്പോഴും ഒത്തുതീർപ്പ് പദ്ധതികൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. മോശമായ ആസൂത്രണവും അമിത പ്രതീക്ഷകളുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തൊഴിൽ വിപണിയിലുണ്ടാകുന്ന പ്രവണതകൾ മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ഗവേഷണം നടത്താതെ, പരിമിതമായ തൊഴിൽ സാധ്യത മാത്രമുള്ളതോ തങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് സ്വയം വിലയിരുത്താതെയോ എടുക്കുന്ന തീരുമാനങ്ങളാണ് വിദ്യാർത്ഥികൾ ഒടുവിൽ കുരുക്കിലാകുന്നതിൻ്റെ പ്രധാന കാരണം. കഴിഞ്ഞ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി 8,94,783 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയി എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ അറിയിച്ചത്. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും മസ്തിഷ്ക ചോർച്ചയിലും വലിയ സ്വാധീനവും സൃഷ്ടിക്കുന്നുണ്ട്. വിദേശ പഠനം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വന്തം തീരുമാനവും ഇച്ഛാശക്തിയും ചേർന്നതാണ്. വിദേശത്ത് പഠിക്കുന്നതിന് യാതൊരു തടസ്സമോ നിയന്ത്രണമോ ഇന്ത്യയിലില്ല. പക്ഷേ അവിടെ വിജയം നേടുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണവും വിശകലനവും ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ, തൊഴിൽ, സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവിൻ്റെ പിൻബലത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നതും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ്.
മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.